ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യം കോളേജിലെ ഫീസായാലും ഇത്രയും നാളും പഠിപ്പിച്ചായാലും എൻ്റെ അമ്മയും ചേട്ടനും കൂടെ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു യൂറിനിൽ. അതിനുശേഷം 1 ഇയർ അമ്മയ്ക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ചാൻസ് ഉണ്ട്, അപ്പോൾ സ്ട്രോക്ക് വരുമെന്നാണ് പറയുന്നത്. 40 ലക്ഷത്തോളം വില വരുന്നുണ്ട്. 10 ലക്ഷമൊക്കെ കടം മറിച്ച ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത്. ഇനി എന്താ ചെയ്യണം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ചേട്ടൻ മാത്രമേ എനിക്കുള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഞങ്ങൾക്കില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ മോനാണ്, വയസ്സ് 25, പേര് ശരത്തെന്നാണ്. ഞങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് കണിയാപുരത്താണ്. എൻ്റെ മോന് മൈജിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന സമയത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. തലയിൽ സർജറി ഉണ്ടായിരുന്നു. 3 സർജറി കഴിഞ്ഞു. 40 ലക്ഷം രൂപയോളമാണ് സർജറിക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പലിശയ്ക്ക് എടുത്തും കടം മേടിച്ചുമൊക്കെ ഇപ്പോൾ കുറച്ച് പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ബാക്കി ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നു. 26 വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നു. സ്വന്തമായി വീടോ വസ്തു ഒന്നും ഞങ്ങൾക്കില്ല. ഒരു മോളുണ്ട്. എൻ്റെ മോളും കാര്യമൊക്കെ അവനാ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അവനെ സഹായിക്കണം. നിങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നത്. സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റൽ അങ്ങയുടെ മുമ്പിൽ സംസാരിക്കണം. പ്രിയപ്പെട്ട മൈജിയിലുള്ള തൊഴിലാളികളെ, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാണ്. ബഹുമാനപ്പെട്ട മൈജി MD ഷാജിഖാന്റെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഷാജിഖാൻ നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ശാഖയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവനാണ് ശരത്ത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കാറ് ഇടിച്ചിട്ട് ഇന്ന് ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അതും ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ഈ കുടുംബം പലിശക്ക് എടുത്തിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടിട്ടൊക്കെ അടച്ചു കഴിഞ്ഞു. ഇനിയും 40 ലക്ഷം രൂപ അടക്കണമെന്നാണ് ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ളത്. 40 ലക്ഷം രൂപ പോയിട്ട് 4000 രൂപ പോലും ഈ കുടുംബത്തിന്റെ കയ്യിൽ എടുക്കാനാത്തൊരവസ്ഥ.